നൈറ്റ് ഡ്രസ് ചുരുട്ടി വെച്ചേക്കുവാണ് ബ്രോ. ചുമ്മാ അടങ്ങിയതേ. ഡോണ്ട് ക്ലിക്ക് യൂട്യൂബ് ആഡ്സ് വരും. പിന്നെ ഓട്സിനൊക്കെ എന്നെ ഇപ്പൊ പേടിയാനൊക്കെ സെറ്റ് ആക്കി ഇങ്ങോട്ട് വാ. ಸಿಕ್ತು ರೆಡಿ ರೆಡಿ ರಿವರ್ಸ್ ಮಾಡು. ರಿವರ್ಸ್ ಮೋಡ್ ನೊಂದಿಗೆ ಫ್ಯಾಮಿಲಿ ಸ್ಕೂಟರ್. ಇದು ಸಂಪೂರ್ಣ ಎಲೆಕ್ಟ್ರಿಕ್ ಏಥರ್ ರಿಸ್ಕಾ. ഈ നശിച്ച സാധനം ഞാൻ ഓഫ് ചെയ്യാം. മൗസ് വെച്ച് തിരിക്കട്ടാ സ്ക്രീൻ. സ്ക്രീൻ തിരിക്കാനോ? തിരിക്കാം. ഞാൻ കൊല്ലണ്ട കൊല്ല്. അല്ല പിന്നെ നടന്നു പോണം നമ്മള്. ക്യാമറ തിരിക്കേ നടന്ന് തിയേറ്ററിൽ എടി പോത്തെ സ്ക്രീന് ഡ്രാഗ് ചെയ്യുന്ന ഇങ്ങനെ മൗസും കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് പിടിച്ച് റൈറ്റിലോട്ടാക്ക്. This is theater. 350 സ്ക്രീനിൽ നോക്കി അയ്യോ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് റൈസിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ തോന്നുന്നു. എടുത്താലോ സിനിമ? ഒരാഗ്രഹമുണ്ട് ഈ പറയണത് പോലെ ചെറിയ ചെറിയ മോഷണം അതും ഇതൊന്നും ചെയ്തിട്ട് ഈ കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നും ചെയ്യാനില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വലിയ കള്ളത്തരം എന്തെങ്കിലും ഒറ്റ വട്ടം ചെയ്ത് അവസാനിപ്പിക്കണം. എടാ നമുക്കിത് ഇത്ര ഇങ്ങനെ കാണും, ഇത്ര ഫുൾ സ്ക്രീൻ വരത്തില്ല. അത് സൂം ചെയ്യ് സ്ക്രോളും കൊണ്ട് വേണമെങ്കിൽ. സ്ക്രോൾ ചെയ്യാനോ? സ്ക്രോൾ ചെയ്തു. അതെന്ത് ഇത് വാസുവിന്റെ കൈ. ഒരു വയറാണ് നോക്കുന്നത്. ആരും ചേച്ചി വയറ് കാണാൻ പോയാന്ന് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ് സെറ്റ് ആക്കട്ടെ. സെറ്റ് കുറച്ചായിട്ട് നേര് പിടിച്ച പണിയാണ്. പറ്റിയാരെങ്കിലും ഉണ്ടാവുമോ? ഞാനൊരു വലിയ ക്രൈം ചെയ്ത ആ സമയത്ത് ഇത്ര വലിയ കുറ്റം ചെയ്തിട്ട് നിങ്ങളെങ്ങനെ ചെയ്തെന്നറിയ ഇത്ര കറങ്ങുന്ന പമ്പരത്തിന് മേലായിരുന്നു. അതിനെ കറക്കുന്ന കയറാനും ശ്രദ്ധിച്ചു. There was a mastermind behind all this. എന്തുവാണ് ഇത്? വല്ലതും പോയോ? തിരയാണോ നീ? ഞാൻ നോക്കാം. ഇത് മൗസ് തിരിക്കണ്ടേ? ഇത് കോപ്പ് നിക്കുന്നില്ലെങ്കോ. There was a mastermind behind all this. He's coming back. എമ്പുരാന്റെ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇതിനി എന്നാന്ന് പറഞ്ഞ് നോക്കിയിരിക്കണോ നമ്മള്? സ്റ്റൗടെക്സേ പിക്സലെ ഹലോ. സെബാസ്റ്റ്യൻ കോട്ടയം ഹായ്. സെബാസ്റ്റ്യൻ കോട്ടയം മൂടങ്ങും. എങ്ങനെ മൂടാതിരിക്കും? ഈ സാമാനം തിരിച്ചെടുത്തും കസേരയുടെ അടിയിൽ എത്ര നേരം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പഴല്ലേ സ്ക്രീനിൽ കണ്ടേ? കഷ്ടം. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്യും? ആലോചിക്കണ്ടേ? നീ പ്രായം ചെന്നവരെ പരിഗണിക്കണ്ടേ?
ആദ്യത്തെ ഗെയിമർമാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ടിക്ക ഇവരല്ലേ പൈസ കിട്ടിയിട്ടുണ്ടോ? പൈസ കിട്ടിയിട്ടുണ്ടോന്നോ? ചേച്ചി മില്ലേനേഴ്സ് ആണ് ഇരിക്കുന്നത്, മില്ലേനേഴ്സ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഒരു വർഷം കിട്ടുന്നതിനേക്കാളും കൂടുതൽ അവര് 2-3 മാസം കൊണ്ട് ഒപ്പിക്കാറുണ്ട്. എന്നാ ഞാൻ അവരോട് മില്ലേണേഴ്സ് ഇരിക്കുന്ന കണ്ടാ ആ സിറ്റി കയറിക്കോ. അങ്ങോട്ട് ബിൽഡ് ചെയ്തുപോലെ ഒന്നും. സിറ്റി കയറിക്കോന്ന് പറയും. സിറ്റി നീ ആരാടോ? എന്റെ മാനേജറോ? നീ കേറുമ്പോ കേറണം, ഇറങ്ങുമ്പോ ഇറങ്ങും. ആരാ നീ? ചെവിയിലിട്ടാ കൊന്നു കളയും എന്ന് ഭീഷണിപ്പെടുത്തിയ ഞാൻ പോലും വരില്ലെന്നാ. ഡേവാക്കി ബ്രോ അരുടുമൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ആവശ്യം സാരമില്ല, ഇവൾക്ക് തുപ്പിച്ചാവാനേ ഉള്ള എന്തുവാക്കി പറയുന്നത് ചെയ്യും. പക്ഷെ പ്രധാന പ്രശ്നം അതല്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാരും കൂടെ തെറി വിളിച്ച് മെഴുകും. അതാണല്ലോ നമുക്ക് വേണ്ടേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈസിയെ തെറി വിളിക്കാൻ വരുന്നവരെ നമുക്ക് തിരിച്ച് തെറി വിളിക്കാം. അത് കൂടുള്ളവര് തന്നെ വിളിക്കുന്നേ, നമുക്ക് തിരിച്ച് തെറി വിളിക്കാം. നല്ലല്ലേ? സഹോദരി വയലന്റ് ആണെന്ന് തോന്നുന്നു. അതെ. എടാ അർജുന, എയർഫോക്സിന്റെ പേര് എയർഫോക്സിന്റെ പേര് വെച്ചിട്ടുണ്ട് മറ്റേ നാഗമ്മേന്നിട് കണ്ട, കറക്റ്റ് ടോണ്. ഞാൻ റാപ്പ് കൂടെ നൈസി പറഞ്ഞത്, അത് ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത്, അല്ലാതെ ഞാൻ വേറൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പാട്ട് പാടാം. പൊന്നീസ് ഒന്നും മിണ്ടാതിരിക്കെ ഇവര് എന്നാ പാട്ട് പാട്, പാട്ട് പാടോ, പാട്ട് പാടോ, പാട്. ഒരു സെക്കൻഡ്. ഇതാരും ചിമ്പുവിന്റെ ഗർഭണ തോന്നിയാസം പറയുന്നത് കേട്ടല്ലോ. പാടറോ പാടറോ. ഒരു സെക്കൻഡ് ചേച്ചി, പറ്റത്തില്ല, പാട്. സൗണ്ട് കട്ടാവുന്നേ. പാടടാ. ആ സോറി സോറി, ഒരു സൈഡ് മാത്രം കേട്ടു, ഞാൻ ടെൻഷനായി പോയി. പാട്ട് ലിറിക്സ് കിട്ടുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്. എല്ലാവർക്കും എൻ്റെ നല്ലൊരു സംഗീത സദസ്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെയുള്ള നിങ്ങളുടെ എല്ലാം പ്രിയങ്കരിയും തീറ്റി ഭ്രാന്തിയുമായ നമ്മളെ എല്ലാം തള്ളച്ചി സോറി അമ്മച്ചി എയർഫോക്സ്, പിന്നെ കൂടെയുള്ള സഹോദരങ്ങൾ, കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു ദിവസം മനോഹരമാക്കാൻ, ഒരു നല്ല പുലരിക്ക് വേണ്ടിയിട്ട്, നാളത്തെ ഒരു നല്ല ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ടോടുകൂടി നമുക്ക് ഈ തത്സമയം തുടങ്ങാം. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയന്റെ മകനോട് പുലയാണ് പോലും, പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ. പോയി പോയി അതൊരു കവിതയാണെന്നാണ് തോന്നുന്നത്. എന്തൊരു പാട്ടത്? ഇത് പാട്ടാണോ തെരുപ്പാട്ടാ? എന്തുവാണ് ഞാനിപ്പോ കേട്ടെ? മര്യാദയ്ക്ക് പറഞ്ഞു പാടല്ലേ എന്ന്. ഹലോ, എന്തുവാണ് തന്റെ പ്രശ്നം? എന്തുവാ തന്നൊരു പാട്ട് പാടാനല്ലേ പറഞ്ഞു? തെരുപ്പാട്ട് പാടാനാണോ? അയ്യോ തെറിയല്ല, കവിതയത്. കവിത സത്യം വിത്ത് പ്രൂഫ്. കവിത കവിത. ആ PNR കുറുപ്പിന്റെ മനോഹരമായ കുറുപ്പിന്റെ ഈ കവിതയും ECPCയും തമ്മിൽ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. ഇതെന്റെ ചാനലിൽ നടന്നു എന്ന് മാത്രമുള്ള ഒരു കാര്യം മാത്രമേ സംഭവിച്ചുള്ളൂ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്കറിയത്തില്ല. അയ്യോ നല്ല പാട്ടത്, അത് വളരെ സംഗീതം വരെ പറഞ്ഞിരുന്നതാ കോപ്പ്. പൊക്കോണോ ഈസി അതാ പിടിക്കാൻ. നല്ലതല്ലേലും ചേരത്തില്ല. ഈ അർജുനെ പോലുള്ളവന്മാര് പാടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അർജുന നമസ്കാരം.
ഇപ്പൊ പോലീസ് വരുമെന്ന് എന്നെ കൊണ്ടുപോയി എന്നെ ചന്ദ്രന്റെ വണ്ടി കാണണം. നീറ്റ് സ്പെക്കാണ്, പറയാതിരിക്കാൻ വയ്യ. അവന്റെ വണ്ടി നേരിട്ട് കാണണം നിങ്ങൾ. അതൊരു ഒന്നൊന്നര സാധനമുണ്ട്. അവ ഇതിനകത്ത് ചെയ്യാത്ത ഒന്നുമില്ല, സത്യം പറയാലോ. വേണ്ട Bro with car. ചന്ദ്രനുണ്ടല്ലോ, ചന്ദ്രൻ കാറുമായിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആണ്. ചന്ദ്രന് ഭയങ്കര ഇഷ്ടമാണ് ചന്ദ്രന്റെ കാറ്. എല്ലാവർക്കും ഇഷ്ടമാണ് അവനവന്റെ കാറ്. സൈലൻസ് പ്രണയിച്ചവനല്ലേ? എന്റെ കഷ്ടകാലത്തിന് വണ്ടാരം അടങ്ങാൻ പാടട്ടെ എന്ന് ചോദിച്ചപ്പോ ഒരുത്തം വന്നിട്ട് പാടട്ടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു മാനസിക സന്തോഷം നമ്മള് പാടിക്കും, കുഴപ്പമൊന്നുമില്ല, പാടിക്കും എന്ന് പറയും. ഇത് ഫുള്ള് ഡ്രീമറിന്റെ വീടാണ്. അതെ ഹലോ വേണ്ട. ചന്ദ്രമാവ ചന്ദ്രമാമ ഇത് ആര്? പള്ളിയിലച്ഛനാണോ? എന്നെ കണ്ടിട്ട് ഒരു പള്ളിയിലച്ഛനായിട്ടൊക്കെ തോന്നിട്ടില്ല. അതെ ഞാൻ തൽക്കാലം അങ്ങനെ കണ്ടു. മറ്റേ റെസിഡന്റ് ഈവിളിലെ ലെവലുണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി. നോക്കുന്നത് ഒരു അല്ല, 22 മുതൽ 29 വരെയുള്ള കുട്ടികളെയാണ്. അത് മാറ്റി ഒരു 30-35 ആക്കുകയാണെങ്കിൽ പെൺകുട്ടികളല്ല ബേബി, ഓളല്ല തള്ളച്ചുകളാണ്, തള്ളച്ചു. ഇത് 100K അടിച്ചതൊന്നുമല്ല. നീ എന്നെ തള്ളച്ചിന്ന് വിളിക്കാൻ വേണ്ടിട്ട് പല തവണയായിട്ട് ഈ സാമാനം ഇവിടെ കൊണ്ടിടുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ. ഒരു വട്ടം കണ്ട് വായി തുറന്നിരുന്നിരിക്കുന്നത് നാട്ടുകാർ മൊത്തം കണ്ട്. താങ്ക് യു സോ മച്ച്. ഏതൊരു ദിവസം ചേച്ചിനെ കാണാനാരോ വന്നു അപ്പുറത്തേക്കാരോ. ഞങ്ങളിവിടെ സായിപ്പോപ്പിയുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ അതേപോലെ പറയും ഒച്ചത്തില്. ഫുൾ ഇതാണല്ലോ. അപ്പൊ ആ ചേട്ടൻ ചോദിച്ചു വീട്ടിൽ പോയിട്ട് സായിപ്പോപ്പിയാ വരുന്നത്. സായിപ്പോപ്പിയാണോ കളി? സായിപ്പോപ്പിയുടെ അടുത്ത ഒരു സിനിമയില് സായിപ്പോപ്പി ഇന്നാ. ഹലോ ഞാൻ ഡീസന്റ് അനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, ചിമ്പുവിന്റെ മാതാവാനുള്ള യോഗ്യത എനിക്കല്ല. ഇത് അലീനയ്ക്ക് പറ്റിയതാണ്. അതുകൊണ്ട് നമ്മൾ അലീനയ്ക്ക് അത് വിട്ടുകൊടുക്കണം. നിങ്ങൾ എല്ലാവരും കൂടെ പ്രയത്നിക്കണം. അല്ല, ആൻറ്റി ചില സമയത്ത് ആൻറ്റിക്ക് കാണുമ്പോൾ റെസിഡന്റ് ഈവിളിലവിടെ കിളവിയായില്ല, എങ്ങനെ ഇരിക്കും അതുപോലെ. എനിക്ക്